പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താഴ്വരകൾ എന്ന പേരുള്ള തന്റെ വീട്ടിലിരുന്ന് ജയപാലൻ ആരെയോ വിളിക്കുകയാ. അപ്പുറത്ത് തന്നെ സോഫയിൽ രാഗിണിയും ഇരിപ്പുണ്ട്. ഈ പുഷ്പവാടി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കല്യാണമാ നടക്കേണ്ടതേ. പുഷ്പവാടിക്കാരുമേ ഉറങ്ങാനേ പാടില്ല. കാർണിവൽ ആയിരിക്കണം, കാർണിവല്. എടാ, നീ ആരോടാ പൈസയുടെ കാര്യം പറയുന്നത്? ഇതേ ഞാൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണമാ. എന്റെ ഒറ്റ മോളുടെ കല്യാണമാ. അവൾക്ക് വേണ്ടിയേ എല്ലാ പണവും ഞാൻ പോട്ടെ എന്ന് വെക്കും. എന്നോടാണോടോ ചോദിക്കുന്നേ? ശരി ശരിയെന്ന് പറഞ്ഞ് ജയപാലൻ കോൾ വെക്കുകയാ. അവൻ പൈസയുടെ കണക്ക് പറയാൻ വന്നിരിക്കുന്നു, അതും ജയപാലന്റെ അടുത്തേ എന്ന് ജയപാലൻ പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ ചിരിയോടെ നോക്കിയിരിക്കുക രാഗിണി. അപ്പോഴാണ് കാവേരി തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുന്നത്. വണ്ടിയിൽ നിന്നൊരു വലിയ സ്ക്രൂ ഡ്രൈവറും എടുത്ത് അവൾ ജയപാലന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. പ്രവീണ എന്ന് ജയപാലൻ നേട്ടു വിളിക്കുമ്പോഴേക്കും, അച്ഛാ, അമ്മ രാവിലെ കൊച്ചിക്ക് പോയ കാര്യം അച്ഛൻ മറന്നുപോയോ എന്ന് രാഗിണി ചോദിക്കേ. ഓ, അത് ശരിയാ മോളെ, അച്ഛൻ അക്കാര്യം അങ്ങ് മറന്നുപോയി എന്ന് ജയപാലൻ. എടി മോളെ, നിന്റെ അമ്മയ്ക്ക് കൊച്ചിയിലൊക്കെ പോയി ആൾക്കാരെ വിളിക്കേണ്ട കാര്യം, അതിന് ഡ്രൈവറായിട്ട് പോവാൻ നിന്റെ അനിയൻ വിശാലും ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എടുത്തു തരാൻ ആളില്ല എന്നച്ഛൻ പറയേ. അമ്മയുടെ സ്വന്തം വീട്ടുകാരല്ലേ അച്ഛാ, അച്ഛൻ എന്താ വേണ്ടേ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് രാഗിണി എഴുന്നേൽക്കുമ്പോഴാണ് ഡോ എന്ന് വിളിച്ച് മോൻ ഡോർ ചവിട്ടി തള്ളി തുറന്ന് കയ്യിൽ സ്ക്രൂ ഡ്രൈവറുമായി കാവേരി അങ്ങോട്ട് കയറി വരുന്നത്. ജയപാലനും ദേഷ്യത്തോടെ എഴുന്നേറ്റ് എന്താണെന്ന് ചോദിച്ച് അവളുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ജയപാലിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് കൊല്ലുവിടാ നിന്നെ ഞാൻ എന്നവൾ ദേഷ്യത്തോടെ പറയുന്നവൾക്ക് ഡി എന്ന് വിളിച്ച് രാഗിണി അവളുടെ കൈ എടുക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഗിണി അവൾ തള്ളി മാറ്റുക. എന്തുവാടി കാണിക്കുന്നേ എന്ന് ജയപാലൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഞങ്ങളൊക്കെ തനിക്കിപ്പോഴും പുൽക്കൊടിയല്ലേടോ, ഞങ്ങളെയൊക്കെ എങ്ങനെ വേണേലും പറ്റിക്കാന്നും കൊന്നു തള്ളാന്നും കരുതിയോ നീ എന്നവൾ ചോദിക്കുന്നവൾക്ക് രാഗിണിയും അതെടി അതെ എന്ന് പറയുന്നുണ്ട്. ജയപാലനും അതെ, നിന്ന നിൽപ്പിൽ നിന്നെ തല്ലിക്കൊന്ന് ഇവിടെ കുഴിച്ചു മൂടാൻ എനിക്ക് കഴിയും, കാണണോ നിനക്ക് എന്ന് വിരൽ ചൂണ്ടി പറയേ. കാണിക്കടോ കാണിക്കാൻ എന്ന് കാവേരിയും വെല്ലുവിളിക്കുന്നുണ്ട്. ഛേ, നീ ഒരു പെണ്ണായിപ്പോയി, കൈ വെച്ചാലേ കേസ് വേറെയാ, അതുകൊണ്ട് മാത്രമാ നട്ടല് നിവർത്തി നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ജയപാലൻ പറയേ. പുച്ഛത്തോടെ പോടോ എന്ന് കാവേരി. ദേഷ്യത്തോടെ രാഗിണിയും ഇത് ഞാൻ കൈകാര്യം ചെയ്യാൻ മച്ചോ എന്ന് പറഞ്ഞ് അവളുടെ നേരെ തിരിയുമ്പോഴേക്കും ഡി എന്ന് വിളിച്ച് തന്റെ കയ്യിലുള്ള ആയുധമുയർത്തി അവളെ തടയുമ്പോഴേക്കും എന്തുവാടി എന്ന് ചോദിച്ച് ജയപാലനും അവളുടെ നേരെ ചെല്ലുന്നുണ്ട്. അവളപ്പോഴേക്കും ആ വലിയ സ്ക്രൂ ഡ്രൈവർ ജയപാലന്റെ കഴുത്തിന് നേരെ പിടിക്കുക. ജയപാലൻ ഒരു പതർച്ചയോടെ നോക്കി നിൽക്കെ. പേടിക്കണ്ട, തന്നെ ഞാൻ കൊല്ലില്ല, തന്നെ കൊന്നിട്ടെന്തിനാ ഞാൻ വെറുതെ ജയിലിൽ പോയി കിടക്കുന്നു. എന്റെ അച്ഛനെ ചതിച്ച് താൻ ഉണ്ടാക്കിയ കാശ് എന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കാൻ താൻ ജീവനോടെ ഉണ്ടാവണം എന്നവൾ പറയുന്നതുകൾക്ക് ജയപാലനും ഒരു ചിരിയോടെ എന്തുവാടി നീ വല്ല വഴിപാട് നേർന്നിട്ടുണ്ട്? ഓരോ 3 മാസം കൂടുമ്പോഴും ഇത് എന്റെ അടുത്ത് വന്ന് പറയാനായിട്ട്? അല്ല, ഒരു 3 മാസം മുമ്പേ ഇതേ കാര്യത്തിന് നീ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലയോ എന്ന് ജയപാലൻ പരിഹാസത്തോടെ ചോദിക്കേ. അപ്പൊ പറഞ്ഞതുപോലെ അല്ലടോ ഇപ്പോ ഇത് നടന്നിരിക്കും. താൻ എന്റെ അച്ഛന്റെ പണം മാത്രം തട്ടിയെടുത്തെന്നാ ഞാൻ കരുതിയത്, പക്ഷേ എന്റെ അച്ഛന്റെ ജീവനും കൂടി നീ എടുത്തു. പിന്നെ തന്നെ അങ്ങ് ചുമ്മാ വിടുമോ ഈ കാവേരി എന്നവൾ പറയുന്നതുകൾക്ക് രാഗിണിയും കൊള്ളാലോടി, നിന്റെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ലേ, അതും ഇപ്പോ എന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണോ എന്നവൾ ചോദിക്കുന്നു. അല്ലെങ്കിൽ അല്ലാന്ന് പറയാൻ നിന്റെ അച്ഛന്റെ നാവൻ തടി ഇറങ്ങിപ്പോയോ? നീ മാത്രമേ കിടന്ന് കുരയ്ക്കുന്നുള്ളല്ലോ. നോക്കിക്കോ, 3 ദിവസം അതിനുള്ളിൽ ആ പണം തന്നെ കൊണ്ട് വൈപ്പിച്ചിരിക്കും ഞാൻ എന്ന് കാവേരി ഉറപ്പിച്ചു പറയേ. പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് നമുക്ക് കാണാം എന്ന് ജയപാലനും. എന്തുമാത്രം ഫ്രോഡാ താനെന്ന് തനിക്ക് തന്നെ അറിയാം. ചതിയനും വഞ്ചകനുമായ തന്നോട് ഈ മകൾക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ കുടുംബം ശ്രീകോവിൽ എന്ന് വിചാരിച്ച് നേർവഴി വിട്ട് ജീവിക്കാത്ത എന്റെ അച്ഛനോട് എനിക്ക് എന്ത് സ്നേഹം ഉണ്ടാവുമിടോ. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ജീവന്റെ പണം ഞാൻ തന്നോട് ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ട ജയപാല. ഓർത്തു വെച്ചോ, 3 ദിവസം എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞ് ആ സ്ക്രൂ ഡ്രൈവർ തറയിലേക്ക് എറിഞ്ഞ് കാവേരി ഇറങ്ങി പോവുകയാ. അതുകൊണ്ട് രാഗിണിയും അച്ഛാ ഞാൻ ആ വെട്ടുകത്തി എടുത്തോണ്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുന്നേരം ഡി നിക്കടിയോടെ എന്ന് പറഞ്ഞ് ജയപാലനം തടയുക. അച്ഛാ വെട്ടണം അച്ഛാ, അവളെ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടണം, പീസായിട്ട്, എന്നിട്ടത് പട്ടിക്ക് ഇട്ട് കൊടുക്കണം, അതാ പട്ടി തിന്നുന്നത് എനിക്ക് കാണണം അച്ഛാ. അച്ഛൻ എന്താ അച്ഛാ അവൾ ഇത്രയും ഷോ കാണിച്ചിട്ട് ഇങ്ങനെ വടി വിഴുങ്ങിയ പോലെ നിന്നത്? അവൾ ഇവിടെ വന്ന് എന്തെല്ലാം തോന്നിവാസങ്ങളാ ഇപ്പൊ കാണിച്ചത്. എന്നെയും അവള് കൈവച്ചു, അച്ഛനെ അവള് കൊല്ലാൻ നോക്കി, അച്ഛനെ അവളെ എന്തെല്ലാമാ വിളിച്ചത്, ചതിയനെന്നും ദ്രോഹിയെന്നും വഞ്ചകനെന്നും ഒക്കെ. എന്നിട്ടും എന്താ അച്ഛാ അച്ഛനൊന്നും ചെയ്യാത്തെ? അവളെ എന്തെങ്കിലും ചെയ്യണം അച്ഛാ, എന്തെങ്കിലും ചെയ്യണം അച്ഛാ. 3 ദിവസം 3 ദിവസമാ അവള് പറഞ്ഞിരിക്കുന്നത്. ആ 3 ദിവസമാ എന്റെയും നിവിന്റെയും കല്യാണം. അന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായ അവളെ മാത്രമല്ല അച്ഛനെയും ഞാൻ വെച്ചേക്കില്ല എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ ദേഷ്യത്തോടെ അവൾ മുകളിലേക്ക് കയറി പോവുകയാണ്. രത്ത് വീണ കിടക്കുന്ന ആ സ്ക്രൂ ഡ്രൈവറും കയ്യിലെടുത്ത് ജയപാലൻ പറയുന്നുണ്ട്. ഒരിക്കലും ചതിക്കില്ലെന്ന് വിചാരിച്ച കാവൽ നായ എന്നെ ഒറ്റി ശിവരാമൻ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു നിൽപ്പാ ജയപാലനും. അവിടെ നിളയുടെ ഓപ്പറേഷന് പണം സംഘടിപ്പിക്കാനായി ആഭരണങ്ങളെല്ലാം എടുത്തു വെച്ച് സങ്കടത്തോടെ നോക്കിയിരിക്കുക ശാരദ. കൂടെ രാധമ്മയും ഗംഗയുമുണ്ട്.
അതും പണം തികയില്ലെന്നറിഞ്ഞ് നിളയുടെ കാതിലൊരു മൊട്ടുകമ്മലുണ്ട് എന്ന് ശാരദ പറയേ അതെന്തായാലും വാങ്ങണ്ടമ്മേ, അവൾ അത് ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ചതല്ലേ എന്ന് ഗംഗയും പറയുകയും അപ്പോഴാണ് അച്ഛമ്മ തന്റെ കയ്യിലെ വളയുരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ശാരദയും വേണ്ടമ്മ അതെന്തിനാ ഇപ്പോ എന്ന് ചോദിക്കുന്നുണ്ട്. എടി പ്രായം ചെന്ന പെൺപിള്ളേരെ കഴുത്തിന്നും കാതിന്നും ഓരോന്നെടുത്ത് പറിച്ചു വെക്കുമ്പോ ഉള്ളിലോട്ട് കാലുന്നിട്ടിരിക്കുന്ന എനിക്ക് എന്തിനടി സ്വർണം എന്ന് ചോദിച്ച് തന്റെ വളകൾ ഊരി അതിലോട്ട് വെക്കുകയാ. ഒന്നും ആവാൻ പോകുന്നില്ലമ്മ. 10 ലക്ഷമെന്നല്ലേ ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. എല്ലാവരുടെയും കൂടി കൂട്ടിയാൽ പോലും അതിന്റെ അടുത്ത് എത്താൻ പോകുന്നില്ല. ഒരു ഗൾഫുകാരന്റെ വീടാ. വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ സ്വന്തം ഭാര്യയും മക്കളെയും പോലും കാണാൻ വരാതെ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ. ഉറുമ്പ് അരിമണി കൂട്ടിവെക്കുന്നത് പോലെ കൂട്ടിവെച്ചു. എന്നിട്ട് അയാളുടെ 4 പെൺമക്കൾ അടക്കമുള്ള കുടുംബത്തിന് സമ്പാദ്യമായിട്ടുള്ള സ്വർണം ദാ ഇരിക്കുന്നു എന്ന് ശാരദ പറയുന്നത് കേൾക്കെ അത് അരവിന്ദന്റെ കുഴപ്പം കൊണ്ടല്ലോ എന്ന് രാധമ്മയും പറയുന്നുണ്ട്. കുഴപ്പം ആരുടേതായാലും ഇതല്ലേ അമ്മ ഫലം എന്ന് ശാരദയും. കുഴപ്പം ആരുടേതായാലും അത് പറഞ്ഞ് നീ ഒഴിയാൻ നിൽക്കണ്ട. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും വേണമെടി ഒരു പിടിപ്പ് എന്ന് രാധമ്മ കുറ്റപ്പെടുത്തുന്നു. ഞാൻ എന്ത് പിടിപ്പുകേട് കാണിച്ചെന്ന അമ്മ എന്ന് ശാരദ ചോദിക്കേ അത് അരവിന്ദന്റെ എന്ന് രാധമ്മ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ രണ്ടാളും എന്താ വഴക്കുണ്ടാക്കാൻ ഓരോ കാരണവും അന്വേഷിച്ചിരിക്കുക? സമയവും സന്ദർഭവും അത്രയ്ക്ക് കൂടുതലുണ്ടെങ്കിലേ അസുഖം പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്ന 2 സാന്ത്വന വാക്ക് പറയേ അത്രയെങ്കിലും പുണ്യം കിട്ടും. ആ പാവത്തിനൊരു ആശ്വാസമാവും എന്ന് ഗംഗയും സങ്കടത്തോടെ പറയുക. ഞങ്ങൾ തമ്മിൽ വഴക്കടിച്ചതല്ല ഗംഗെ. കണ്ട കാലം മുതല് ഞങ്ങൾ മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഇങ്ങനെയാ. ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ വെട്ടി തുറന്നങ്ങ് പറയും. മനസ്സിലൊന്നും വെച്ചേക്കില്ല. പിന്നെ കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെ എടുത്തെങ്കിലല്ലേ ഞങ്ങൾ പഴയ ആൾക്കാരെ ജീവിച്ചിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവും. അല്ലാത്ത സമയം മുഴുവൻ ചുറ്റും മൗനമല്ലേ എന്ന് രാധമ്മയും പറയുകയാ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന എന്റെ സ്വർണം എടുത്താലോ അമ്മേ എന്ന് ഗംഗ ചോദിക്കേ. അതിനെ പണയത്തിലിരിക്കുന്നത് എടുക്കാൻ പണം വേണ്ടേ എന്ന് ശാരദയും ചോദിക്കുക. പണയമെടുക്കാൻ സഹായിക്കുന്നവരുണ്ട്, അവര് പണം മുടക്കിക്കോളും. സ്വർണം പണയമെടുത്ത ശേഷം ഇപ്പോഴത്തെ വിലയിൽ നിന്നുള്ള ബാലൻസ് കണക്കാക്കി നമുക്ക് തരും എന്നവൾ പറയുന്നതിൽക്ക് അവര് കമ്മീഷനോ ലാഭമോ ഇല്ലാതെ വെറുതെ ചെയ്യോ എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും എന്ന് ഗംഗ പറയേ. അപ്പൊ അവര് പറയുന്ന വിലയ്ക്ക് സ്വർണം കൊടുക്കേണ്ടി വരുമെന്ന് ശാരദ. കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിച്ചത് ആറ്റിക്കളയുന്ന പോലെയാവും എന്നമ്മ പറയേ. എന്നാലും സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോ കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ലമ്മ എന്നൊക്കെ ഗംഗ പറഞ്ഞ് അവർ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ദേഷ്യത്തോടെ കാവേരി അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവളെ കണ്ട അമ്മയും നിനക്കെന്താ ഉച്ചക്കിറക്കോ എന്ന് ചോദിക്കും. ഉച്ചക്കിറക്കല്ല നട്ടപ്രാന്ത് എന്ന് കാവേരിയും. അപ്പോഴാണ് അവൾ അവിടെ ഉരിവെച്ചിരിക്കുന്ന സ്വർണമെല്ലാം കാണുന്നത്. ഈ സ്വർണമൊക്കെ എന്തിനാ ഇവിടെ ഊരി വെച്ചേക്കുന്നത് എന്നവൾ ചോദിക്കേ. വിൽക്കാൻ വേണ്ടിയാടി എന്ന് ഗംഗ. എന്നാ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് 1 ഗ്രാം സ്വർണം പോലും പണയം വെക്കാൻ പോകുന്നില്ല എന്ന് കാവേരി പറയുന്നത് കേൾക്കെ. പിന്നെ നിളമോളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ എന്ന് അമ്മയും ചോദിക്കുക. നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണം ഇവിടെ വരും എന്ന് കാവേരി ഉറപ്പിച്ചു പറയേ. എവിടുന്ന് വരാൻ എന്ന് ശാരദയും ചോദിക്കുക. ജയപാലൻ തരും എന്ന് കാവേരി ഉറപ്പിച്ചു പറയേ. ജയപാലനോ? ഇതിനിടയ്ക്ക് നീ അയാളുടെ അടുത്ത് ഇരക്കാൻ പോയോ എന്ന് അമ്മയും ചോദിക്കുക. ഞാൻ എന്തിനാ അമ്മ ഇരക്കാൻ പോകുന്നത്? എന്റെ അച്ഛന്റെ പണമല്ലേ അയാളുടെ കയ്യിലിരിക്കുന്നത്. അത് കേട്ട അമ്മയും ആ ബെസ്റ്റ് അത് അയാള് തന്നത് തന്നെ എന്ന് പറയുന്നുണ്ട്. തരും അമ്മേ, 3 ദിവസത്തിനുള്ളിൽ അയാളെ കൊണ്ട് ഞാൻ പണം ഇവിടെ നമ്മുടെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വെപ്പിച്ചിരിക്കും. അമ്മ വേണമെങ്കിൽ എഴുതി വെച്ചോ. ആ സ്വർണമൊക്കെ എടുത്തു വെക്കെന്ന് പറഞ്ഞ് കാവേരി അകത്തേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. നിങ്ങളുടെ ഓപ്പറേഷനുള്ള പണം എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് അറിയാതെ ടെൻഷനോടെ ഇരിക്കുക തയ്യൽ കടയിൽ വിനീത്. കൂടെ ബേബി ചേട്ടനും സലീമിക്കയും ഉണ്ട്. 5000മോ 10,000മോ മറ്റോ ആയിരുന്നെങ്കിൽ ബ്ലേഡിനെങ്കിലും എടുക്കാമായിരുന്നു. 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോ എന്ന് സലീമിക്ക പറയുന്നു. ആരും തരില്ലെന്ന് ബേബി ചേട്ടൻ പറയേ. അതെന്താ ബേബി ചേട്ടാ, നമ്മൾ പണം വാങ്ങിയാ തിരിച്ചു കൊടുക്കാറില്ലേ എന്ന് വിനീതും ചോദിക്കുക. അക്കാര്യത്തിലെ പണം തരുന്നവർക്ക് ഒരു ഉറപ്പ് വേണ്ടേ? നമ്മളെയും ഈ കടയും കൂടി മൊത്തത്തിൽ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടുമോ എന്ന് ബേബിച്ചേട്ടൻ ചോദിക്കേ. പിന്നെന്താ ബേബിച്ചേട്ട ഒരു വഴി എന്ന് വിനീതും ചോദിക്കുക. ഈ തയ്യൽ ജോലി വെച്ച് എന്ന ആലോചനയോടെ ഇരുന്ന് ഒരു വഴിയുണ്ട്. 10 ലക്ഷം രൂപ കിട്ടൂല, പിന്നെ പെട്ടെന്നൊരാവശ്യത്തിന് 10-25,000 രൂപ കിട്ടും. ജോലി ചെയ്ത് വീട്ടിയാ മതി കടം എന്ന് പറയേ. 25,000 എങ്കിൽ 25,000, പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ ബേബി ചേട്ടൻ കാര്യം പറയുന്ന വിനീതു. അല്ലടാ, പള്ളിയുടെ വക സ്കൂളില്ലേ, അവിടുത്തെ യൂണിഫോമിന്റെ തയ്യൽ മാത്രം കിട്ടിയാൽ മതി. രക്ഷപ്പെട്ടില്ലേ? എത്ര കുട്ടികൾ അവിടെ. മൊത്തം കുട്ടികളുടെയും ഡ്രസ്സ് ഒരിടത്ത് കൊടുത്താണ് തയ്പ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ തയ്പ്പിച്ചുകൊണ്ടിരുന്ന ആളെ എന്തോ പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞ് അവർ പുതിയൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവക വികാരി പൗലോസ് അച്ഛനാ സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അച്ഛൻ വിചാരിച്ച കാര്യം നടക്കുമെന്ന് ബേബിച്ചേട്ടൻ പറയേ. ഇക്കാര്യം എന്താ ബേബിച്ചേട്ടൻ മുൻപേ പറയാതിരുന്നത് എന്ന് വിനീതും ചോദിക്കുക. അതിന് നിനക്കിവിടെ നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കല്ലായിരുന്നോടാ. പിന്നെ ഞാനെങ്ങനെ പറയും എന്ന് ബേബിച്ചേട്ടൻ. ശരിയാ ബേബിച്ചേട്ടാ, ഇത്രയും കാലം ഞാനും അങ്ങനെ തന്നെയാ കരുതിയിരുന്നത്. വലിയ പണക്കാരനാവുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോണമെന്നേ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴാ പണത്തിന്റെ ഒരു വില മനസ്സിലായത്. അത് മനസ്സിലാക്കി വന്നപ്പോ പണമൊട്ട് കയ്യിലില്ല താൻ. ഞങ്ങളുടെ നിളക്കുട്ടിയുടെ ജീവന് വേണ്ടിയല്ലേ രാപ്പകലില്ലാതെ ജോലി ചെയ്യാനും ഞാൻ റെഡി
എന്നവൻ പറയുന്നത് കേൾക്കെ ബേബി ചേട്ടനും അവന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് ഒക്കെ ശരിയാവുമെടാ വിനീത, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, നമുക്കേ പൗലോസ് അച്ഛനെ നേരിട്ടൊന്ന് പോയി കാണാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബേബി ചേട്ടൻ യാത്ര പറഞ്ഞിറങ്ങും. ബേബി ചേട്ടൻ റോഡിലേക്ക് എത്തുമ്പോഴേക്കും നിവിൻ തന്റെ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നു. അവനെ കണ്ട് നിവിൻ മോനെ ഈയിടെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ എന്ന് ബേബി ചേട്ടൻ ചോദിക്കുക. ഇനിയിതില്ലേ ബേബി ചേട്ടാ എന്ന് നിവിൻ ചോദിക്കേ. ഉണ്ട്, ഇത്തിരി വിഷമത്തിലായെന്ന് ബേബി ചേട്ടൻ. എന്താ ബേബി ചേട്ടാ എന്ന് നിവിൻ ചോദിക്കേ. കാര്യങ്ങളെല്ലാം നിവിനോട് പറയുന്നുണ്ട് ബേബി ചേട്ടൻ. അവിടെ മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്ന വിനീതും സലീമിക്കയോടായി, ഇക്ക ഈ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരാറുണ്ട്, 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ലോണായിട്ട് തരാമെന്ന് പറഞ്ഞു. അതൊന്നും ചോദിച്ചു നോക്കിയാലോ എന്നവൻ ചോദിക്കേ. ആവശ്യമില്ലാത്ത പൊല്ലാപ്പിലൊന്നും പോയി തല വെക്കല്ലേ വിനീത, അത്രയും ടി വി ഒന്നും കാണാറില്ലേ എന്ന് സലീമിക്ക ചോദിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടി ഏത് പിശാചിന്റെ കക്ഷത്തിലും ഞാനിപ്പോ തല വെക്കും സലീമിക്ക, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായെന്ന് വിനീതും ടെൻഷനോടെ പറയുക. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് കയറി വരുന്നത്. നിവിനെ കണ്ട് നിവിനെ വാ എന്ന് സലീമിക്ക സ്വീകരിക്കുന്നു. അവനെ കണ്ട് വിനീതും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഡാ നിനക്കെന്താ ഇവിടെ എന്ന് ചോദിക്കേ. ഡാ വിനീതേ ഞാൻ പറയുന്നതൊന്ന് എന്ന് നിവിനും. ഇറങ്ങട ഇവിടുന്ന്, നിന്നോട് ഇത് എത്ര തവണ പറയണം എന്ന് വിനീത് പറയുന്നത് കേൾക്കെ സലീമിക്കയും അങ്ങോട്ട് വന്ന് താക്കിയതോടെ വിനീതേ എന്ന് വിളിക്കുന്നുണ്ട്. ഇക്ക എന്നവൻ ദേഷ്യത്തോടെ വിരച്ചുണ്ട്. എടാ നമ്മുടെ നിവിനല്ലേടാ എന്ന് സലീമിക്കയും ചോദിക്കുന്നുണ്ട്. ഇക്ക ഇതിൽ ഇടപെടണം എന്ന് വിനീത് പറയേ. എടാ പ്ലീസ് അളിയ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ആവട്ടെ. എടാ നിളയുടെ കാര്യം അറിയാനാ ഞാൻ വന്നത്. എടാ 10 ലക്ഷം രൂപയില്ലേടാ വേണ്ടത്, ആ കാശ് ഞാൻ തരാടാ, നമ്മുടെ നിളമോൾക്ക് വേണ്ടിയല്ലേടാ. എടാ എനിക്ക് ആ കാശ് തിരിച്ചു വേണമെന്നില്ല. എടാ ഇനി നിനക്ക് എന്തെങ്കിലും അഭിമാന പ്രശ്നമുണ്ടെങ്കിൽ നീ അത് കടമായിട്ട് വാങ്ങിയാൽ മതി, നിനക്കാവുമ്പോ തിരിച്ചു തന്നാ മതിയല്ലോ എന്ന് നിവിൻ പറയുന്നു. 10 ലക്ഷം രൂപ നീ തരുമെന്ന് എന്ന് വിനീത് ചോദിക്കേ. അതേ അളിയ എന്ന് നിവിനും. അത് കേട്ട് വിനീതും ഡാ എന്ന് വിളിച്ച് അവന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് വിനീതിനെ വിലക്കെടുക്കാൻ നോക്കുന്നോടാ നീ എന്ന് പറയേ. സലീമിക്കയും കൈയെടുക്ക്, എന്താ ഈ ചെയ്യുന്നത്, മാറെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തും. ഇക്കയോട് ഞാൻ പറഞ്ഞു ഇതിൽ ഇടപെടേണ്ടെന്ന് എന്ന് പറഞ്ഞ് വീണ്ടും നിവിനോടായി. എടാ നിനക്കുള്ള സ്വത്ത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടിയിട്ടാൽ വിനീതിന് അത് എടുക്കാൻ പറ്റില്ലടാ. പിന്നെ നിളമോളുടെ കാര്യം, അതിന് വേണ്ടി വന്നാലേ ഞാൻ എന്റെ ഓരോ അവയവവും അറുത്തറുത്ത് വിൽക്കും, പക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ കൈ നീട്ടൂലടാ എന്ന് വിനീതും ഉറപ്പിച്ചു പറയുക. വിനീതേ എന്ന് ടെൻഷനോടെ നിവിൻ വിളിക്കെ. ഇറങ്ങിപ്പോടാ നായെ എന്ന് വിനീതും ദേഷ്യത്തോടെ പറയുക. നിവിനെ നീ ഇപ്പൊ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് സലീമിക്ക പറയേ. നിവിൻ പോവാനായി തുടങ്ങുക. വിനീത് വീണ്ടും അവനെ വിളിച്ച് ഡാ പിന്നൊരു കാര്യം കൂടി പറയാം, നമ്മുടെ നിളമോളെന്ന പ്രയോഗമേ അത് വേണ്ട, അവളെ ഞങ്ങളുടെയാ, ഞങ്ങളുടെ മാത്രം നിളമോളാ, അതിനിടയിൽ നീ ഇല്ല എന്ന് വിനീത് തീർത്തു പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ നിറ കണ്ണുകളോടെ നിവിൻ അവിടെ നിറങ്ങി പോവുകയാണ്. രാത്രിയാവുമ്പോൾ നിളമോളെ സന്തോഷിപ്പിക്കാനായി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഗംഗ. കൂടെ യമുനയും കാവേരിയും ഇരിപ്പുണ്ട്. എന്നിട്ട് എന്ന് നിള ചോദിക്കേ. അപ്പോ ഉറുമ്പ് പറഞ്ഞത് കേട്ട് ആന പേടിച്ചോടി എന്ന് ഗംഗയും. എന്നിട്ട് ഉറുമ്പ് എന്താ പറഞ്ഞത് എന്ന് നിള വീണ്ടും ചോദിക്കേ. ഞാൻ പറയാം എന്ന് പറഞ്ഞ് കാവേരി പറയുക. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുക. അതെ, ആനയോട് ഉറുമ്പ് അങ്ങനെ പറഞ്ഞോ എന്ന് യമുനയും ചോദിക്കുന്നുണ്ട്. അതിലെന്താ സംശയം, ഉറുമ്പിന്റെ ചെവി പോയ കഥ കേട്ടിട്ടില്ലേ എന്ന് ഗംഗേച്ചിയും ചോദിക്കുക. ഉറുമ്പിന്റെ ചെവി പോയ കഥയോ എന്ന് നിള ചോദിക്കുക. മതി ചെറിയൊരു നാവുപിഴയ്ക്ക് ഇത്രയൊക്കെ ചിരിച്ചാ മതി എന്ന് ഗംഗയും പറയുന്നു. ഗംഗേച്ചി പറഞ്ഞ ഉറുമ്പിന്റെ ചെവി പോയ കഥ വല്ലാത്തൊരു സംഭവമാകേട്ടോ എന്ന് കാവേരി പറയെ. എല്ലാവരും ചിരിക്കുക. ആനയുടെ ചെവിയിൽ കടന്ന ഉറുമ്പ് പെട്ടെന്ന് ഇറങ്ങി വരുമെന്നല്ലേ നമ്മളെല്ലാവരും വിചാരിക്കുന്നു. അതിന് പകരം ആനയുടെ ശരീരത്തിനുള്ളിൽ ഒരു ടൂറൊക്കെ പോയിട്ടാ ഉറുമ്പ് തിരിച്ചിറങ്ങിയത്. നമുക്ക് അത് സംഭവിക്കുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് കാവേരി പറയെ. നേരാ, തലച്ചോറിലൊക്കെ കയറിപ്പോവില്ലേ എന്ന് നിളയും ചോദിക്കുന്നു. കാവേരിയുടെ കാര്യത്തിലാണെങ്കിൽ പേടിക്കാനില്ലടി, തലച്ചോറ് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തില് ഉറുമ്പ് അവിടെ തന്നെ കെട്ടി തൂങ്ങി ചത്തോളൂ എന്ന് ഗംഗ പറയുന്നതിൽക്ക് എല്ലാവരും പൊട്ടിച്ചിരിക്കുക. അത് കേട്ട് കാവേരി ദേഷ്യത്തോടെ ഇരിക്കെ, അഥവാ തലച്ചോറുണ്ടെങ്കിൽ തന്നെ പേടിക്കാനില്ല, കടിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടാണ്ട് ഉറുമ്പ് അങ്ങി ഇറങ്ങിപ്പോകും എന്ന് നിള പറയെ. കാവേരി ചേച്ചിയുടെ തലച്ചോറെ കുറച്ച് ഉറുമ്പ് തിന്നിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്, കുറച്ചൊക്കെ മിസ്സിങ് എവിടെയോ ഇല്ലേ എന്ന് യമുന ചോദിക്കുന്നത് തലേണെടുത്ത് അവളെ അടിക്കാനായി തുടങ്ങുക കാവേരി. അങ്ങനെ അവർ രണ്ടുപേരും തലേണ വെച്ച് അടികൂടുമ്പോഴേക്കും അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന നിളയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഗംഗേച്ചി. അങ്ങോട്ട് വന്ന ശാരദയും ആ കാഴ്ച കണ്ട് സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് അവിടെ നിറങ്ങി പോവുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ജയപാലിന്റെ ചതിയുടെ കാര്യം ബാങ്ക് മാനേജറെ കണ്ട് കാവേരി അറിയിക്കുന്നത്, എന്തിനും കൂടെ ഉണ്ടാകുമെന്ന് ബാങ്ക് മാനേജർ ഉറപ്പ് നൽകുന്നത്, നിളയുടെ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് തിരുവനന്തപുരത്ത് പോയി താമസമാക്കിയാലോ എന്ന് ശാരദ മക്കളോടായി ചോദിക്കുന്നതും, ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അമ്മയോടും അച്ഛനോടും നിവിൻ പൊട്ടിത്തെറിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.